മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിലെ ഓരോ കണ്ണികളാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ആ കണ്ണികൾ എത്രമാത്രം കൂട്ടായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മുന്നിലെ ഏറ്റവും വലിയ ചോദ്യചിഹ്നമാണ്. ആ ചോദ്യചിഹ്നത്തിന് മുന്നിലേക്കാണ് ഞങ്ങൾ കുട്ടികളെ ചേർത്ത് പിടിച്ച് വേരി എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. എല്ലാ ആഴ്ചയിലും ക്ലീനിങ് നടത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരുപാട് മാലിന്യമായിട്ട് വരുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റ്, പെന്നിൻ്റെ വേസ്റ്റ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ്. ഞങ്ങളത് ഹരിതകർമ്മസേനയ്ക്ക് നൽകലാണ്. പിന്നെ അവർ ഏത് രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നു എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ എക്സിബിഷൻ വഴി സംഘടിപ്പിച്ചുകൊണ്ട് ഹരിതകർമ്മസേന പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക, അതേപോലെ തന്നെ ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യം എങ്ങനെയാണ് ശാസ്ത്രീയമായി സംസ്കരിക്കപ്പെടുന്നത് എന്ന് അറിവ് നൽകുക, ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് ഈ എക്സിബിഷൻ വഴി വിദ്യാർത്ഥികളിലേക്ക് എത്തുക. ഇതുവഴി ഒരു മാലിന്യ സംസ്കാരം വളർത്തിയെടുക്കുക എന്നതാണ് വേരി വഴി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഗ്രീൻ ബോക്സിൻ്റെ വേരി എന്ന പ്രോഗ്രാമിൽ എത്തിയതോടുകൂടി അത് ഏത് രീതിയിലാണ് ഡിസ്പോസ് ചെയ്യുന്നതെന്നുള്ള കോൺസെപ്റ്റ് കംപ്ലീറ്റ്ലി മനസ്സിലായി. വേരി എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് തന്നെ ക്വിസ് ഉണ്ടായിരുന്നു, എക്സിബിഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ഓവറായിട്ട് ആ ഒരു വേസ്റ്റിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ റീസൈക്കിൾ ചെയ്തും ഡൗൺ സൈക്കിൾ ചെയ്തും നമുക്ക് എന്തൊക്കെ ഇതാക്കാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു ഡേക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കുണ്ടായ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിക്കൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു അറിവ് നേടിത്തരികയാണ് വേരി എന്ന പ്രോഗ്രാമിൽ കൂടെ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ഒരു മാലിന്യ സംസ്കാരം വരും തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഗ്രീൻ വേവ്സ് കാണിക്കുന്ന ഈ ഔത്സുക്യത്തിന് കേവലം ബിസിനസ്സിനപ്പുറത്തേക്ക് ഒരു പുതിയ സംസ്കാരം മലയാളിയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഗ്രീൻ വേവ്സിന് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. ഈ വേരെന്ന പ്രോഗ്രാമിലൂടെ ഈ ഫീൽഡിൽ, ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹം തോന്നി. ഞങ്ങളുടെ സ്കൂൾ ഹരിതസഭ എന്ന് പറയുന്നൊരു ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട ഒരു ക്ലബ്ബാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന കുട്ടികളാണ് ഇന്നിവിടെ പങ്കെടുത്തിട്ടുള്ളത്. ഇന്നിവിടെ വന്ന സമയത്താണ് നമ്മൾ ഇതുവരെ അറിയാത്ത, ഞാൻ ഉൾപ്പെടെ, എൻ്റെ കുട്ടികൾ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അറിയാത്ത പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ എങ്ങനെയാണ് കൃത്യമായിട്ട് വേസ്റ്റ് മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് ഏതൊക്കെ രീതിയിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഇന്ന് ഇവിടെ വന്ന ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പം ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഞങ്ങളുടെ സ്കൂളിലെ ഒരു ടീമിനെ ഈ ഗ്രീൻ ഹോംസിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങളൊന്ന് കൊണ്ടുപോകണം എന്നുള്ളത് ഞങ്ങളുടെ വല്ലാത്തൊരു ആഗ്രഹമാണ്. നിങ്ങളുടെ ആ ഒരു പ്രൊസീജിയറൊക്കെ നേരിട്ട് കാണണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്.